നമസ്കാരം. റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2024-25 ISL സീസണിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഉള്ളത്. നിലവിൽ ഡ്യൂറൻഡ് കപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്യൂറൻഡ് കപ്പിലെ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരത്തിൽ ഗംഭീര വിജയം നേടി. രണ്ടാമത്തെ മത്സരത്തിൽ സമനില വഴങ്ങേണ്ടി വന്നു. ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോൾ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് ഇത്തവണത്തെ ISL സീസൺ സെപ്റ്റംബർ 13 തുടങ്ങുക. ഇത് ഒഫീഷ്യലായി കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഡ്യൂറൻഡ് കപ്പ് അവസാനിച്ചാൽ ഉടൻ തന്നെ ഇത്തവണത്തെ ISL സീസൺ ആരംഭിക്കും എന്നുള്ളതാണ്. എന്നാൽ ഫിക്സ്ചർ അവർ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അധികം വൈകാതെ തന്നെ ഈ ഒരു ഒഫീഷ്യലായി കൊണ്ടുള്ള ഫിക്സ്ചർ അവർ പുറത്തു വിട്ടേക്കും എന്നുള്ളതാണ്. ISL ജിയോ സിനിമയിലും അതുപോലെ തന്നെ സ്പോർട്സ് 18-ലുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത്തവണത്തെ ISLന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുഹമ്മദൻ SC ഇപ്പോൾ പ്രൊമോഷൻ നേടിക്കൊണ്ട് ISLൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അതേസമയം ഹൈദരാബാദിന്റെ കാര്യത്തിൽ ഇതുവരെ വ്യക്തതകൾ ഒന്നും കൈവന്നിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ISLൽ പങ്കെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഓഗസ്റ്റ് 15 ശേഷമാണ് നമുക്ക് വ്യക്തമാവുക. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ അവർ ഒരൽപ്പം നിരാശപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്. കാരണം ഈ ഒരു സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇത്തവണ പുതിയ ഒരു പരിശീലകന് കീഴിൽ അതുപോലെ തന്നെ പരിശീലക സംഘത്തിന് കീഴിലാണ് ബ്ലാസ്റ്റേഴ്സ് കടന്നു വരുന്നത്. മികച്ച പ്രകടനം അവർ നടത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സീസണിലെ ISL കപ്പ് നേടിയത് മുംബൈ സിറ്റിയാണ്. അതേസമയം ISL ഷീൽഡ് സ്വന്തമാക്കിയിരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.